ചിങ്കുവന്മിയുടെ ഇന്നത്തെ വീഡിയോയിലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതും നമ്മൾ റൈസും ചിക്കനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തിട്ട് പണ്ടൊക്കെ നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് പണ്ടത്തെ കല്യാണങ്ങൾക്ക് കിട്ടും. ഇപ്പോഴാണ് ദമ്മൊക്കെ ഇട്ടിട്ട് കിട്ടണത്. പണ്ടൊക്കെ ആണെങ്കിൽ അരി അല്ലെങ്കിൽ ചോറ് സെപ്പറേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ചിക്കനും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു നമുക്ക് തരിക. അങ്ങനെയുള്ള ഒരു ടൈപ്പ് ബിരിയാണിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കാനേ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ അതിന് നന്നായിട്ട് ക്ലീൻ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇവിടെ ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആ ഉപ്പ് ഒരു 1/2 ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 1 മണിക്കൂറാണ് ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര നേരം വെക്കുന്നോ അത്രയും ചിക്കൻ നല്ല സോഫ്റ്റായി മാറും. അപ്പോൾ അത് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ. ഇനി നമുക്കുണ്ടല്ലോ ഈ ഒരു സമയം കൊണ്ട് തന്നെ അരി നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഇപ്പം ഞാനിവിടെ കൈമ റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർത്താൽ മാത്രം മതി. അപ്പോൾ അതേ ഇവിടെ 2 കപ്പോളം കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അതിനതേ നമുക്കൊന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഈ വെള്ളത്തിലൊന്ന് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാട്ടോ. ഇനി ഉണ്ടല്ല ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാട്ടോ. അതൊന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള വളരെ ചെറുതെടുത്താൽ മതി, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിനെ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ അതേ ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവില്ലേ, ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതൊരിക്കലും കരിഞ്ഞു പോകരുത്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇനി ചേർക്കേണ്ടത് ഇതെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ കിസ്മിസ് ഉണ്ടല്ലോ, അതായത് മുന്തിരി, അതൊന്ന് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ നമ്മൾ നല്ലൊരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൻ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഉണ്ടല്ലോ ഈ ബാക്കിയുള്ള ഈ എണ്ണയിലാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട, ഈ ഒരു എണ്ണയിൽ തന്നെ കിടന്നിട്ട് അത് നല്ലോണം തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചോ. അപ്പോളേ അതൊന്ന് റെഡിയായി വരട്ടെ. ഇനി നമുക്കേ നമ്മുടെ റൈസ് ഒന്ന് വേവിച്ചെടുക്കണ്ടേ. അപ്പോൾ കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യും അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ നന്നായി ചതച്ചെടുത്തിട്ടുള്ള ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഈ എല്ലാ ഇൻഗ്രീഡിയൻസിനും ഒരു പച്ചമണം ഉണ്ടായിരിക്കും. അതൊക്കെ പോകത്തക്ക രീതിയിൽ നല്ല പോലെ ഇതിനൊന്ന് മൊരിച്ചെടുക്കുക. അതായത് കരിഞ്ഞു പോകരുത് കേട്ടോ. അങ്ങനെ ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എല്ലാ സ്പൈസസും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പൈസസൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് തന്നെ റെഡി ആയി കിട്ടും. ഇതിന് ശേഷമാണ് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ അരി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ഒരു ഇൻഗ്രീഡിയൻസിൽ കിടന്നിട്ട് ഈ അരി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് യെല്ലോയിഷ് ആ നെയ്യിൻ്റെ ഒക്കെ ഒരു കളറായിട്ട് ഈ അരി മാറും. അതായത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അതും ഹൈ ഫ്ലെയിമിലല്ല കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ അതിൻ്റെ ഒരു അരിയുടെ ഒരു കളർ ചേഞ്ച് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ.
പിന്നെ നമ്മളേ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേ എപ്പോഴും നമ്മൾ ഈ വെള്ളമായിട്ടൊന്ന് അരിയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് മുൻപന്തിയിൽ നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ആ കറക്റ്റ് ആ റൈസിന് പാകമായിട്ട് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുള്ളൂ. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതുണ്ടല്ലോ ഇടയ്ക്കൊന്ന് തുറന്നിട്ടേ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനെ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈ റൈസിൻ്റെ ഒരു പരുവൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കേ. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഇനി ഒന്ന് വെന്ത് റെഡിയായി വരട്ടെ കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ റൈസ് കറക്റ്റായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ആ വെള്ളമൊക്കെ അതിൽ നിന്ന് പോയിട്ട് ഒട്ടും കട്ടയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഈ ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഉണ്ടല്ലോ ഒന്ന് ഇതിൽ തന്നെ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ വെന്തോന്ന് നോക്കാം. മാത്രമല്ല ആ കറി ഒന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് തിരിച്ച് മറിച്ചൊക്കെ വെച്ചിട്ട് അടുത്ത ഭാഗവും നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ ചിക്കൻ നമുക്ക് ഓരോരോ പീസുകളായിട്ട് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ഇനിയുണ്ട് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി പേസ്റ്റ് ആക്കിയതും അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് പിന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതൊന്ന് ചതച്ചെടുത്തതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ കറിയിൽ അതിൻ്റെ ഒരു മണം നിൽക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് സവാള വളരെ നൈസായിട്ടാണ് കേട്ടോ നമ്മൾ അരിഞ്ഞിട്ടുള്ളത് അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് മിക്സ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടേ ഇതിനെ നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അത് നല്ലപോലെ തന്നെ വെന്ത് റെഡി ആയി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ അടച്ചൊക്കെ വെച്ചിട്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല കണ്ട സവോള നന്നായിട്ട് തന്നെ വഴഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടി ഒരു 1.25 ടീസ്പൂണോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടേ ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നില്ലേ അപ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ തക്കാളിയും കൂടി ചേർത്തിട്ട് ഇതിനെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ തക്കാളി ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴഞ്ഞ് വരണം. അതിനായിട്ട് ഇതിനെ വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 2, 3, 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ആ ഒരു സവോളയിലൊക്കെ ഇങ്ങനെ ഇറങ്ങി തെളിഞ്ഞ് വരും കണ്ട. അങ്ങനെ ഒരു പരുവത്തിൽ ഇതിനെ നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനിയാണ് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം തന്നെയാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ എത്ര അളവ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയിലയാണ്. അത് വളരെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു ടേബിൾ സ്പൂണോളം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളയൊക്കെ വരുമ്പോഴാണ് ഈ ചിക്കനും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ചിക്കനുമ്മ ഈ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിനെ നമുക്ക്
അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ദേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ നല്ല പോലെ തിളച്ച് എല്ലാം അതുമേലേക്ക് പിടിക്കത്തക്ക രീതിയിൽ കറക്റ്റായിട്ടുള്ള ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് കുറച്ച് ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഗ്രേവി നമുക്ക് അതിലായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അതേ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് അതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടും കൂടി മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിലേക്ക് ഇതേപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ കിസ്മിസ്, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതേ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഒരു ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കുക ബിരിയാണിക്ക്. പിന്നെ കുറച്ച് പാലിലുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഒന്ന് കുറുക്കിയിട്ട് അതും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നോക്കിയാൽ ആ റൈസൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, നമ്മൾ പറയില്ല ഒന്നിനോട് തൊടാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. ഇനി ഇതേ നമ്മുടെ ചിക്കൻ കറി നോക്കിയേ, അതും നന്നായിട്ട് തന്നെ നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവിയിൽ നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതേ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബിരിയാണിയാണിത്. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈലുള്ള ബിരിയാണി മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.